ELSൻ്റെ ഇത്തവണത്തെ വീഡിയോയിൽ നമ്മൾ അവതരിപ്പിക്കാൻ പോകുന്നത് കേരളത്തിലെ ജേണൽസിനെ കുറിച്ചാണ്. PSC എക്സാമിന് ചോദിക്കുന്ന ഒരു ടോപ്പിക്കാണ് കേരളത്തിലെ ജേണൽസ്. ആദ്യം നമുക്ക് കുറച്ച് ഇൻട്രൊഡക്ഷൻ നോക്കാം. ആധുനിക അച്ചടിയുടെ പിതാവ് ജോഹാൻ ഗുട്ടൻബർഗാണ്. AD 618 ദ പെക്കിംഗ് ഗസ്റ്റാണ് ലോകത്തിലെ ആദ്യത്തെ ന്യൂസ് പേപ്പർ. 1780 ബംഗാൾ ഗസ്റ്റാണ് ഇന്ത്യയിലെ ആദ്യത്തെ ന്യൂസ് പേപ്പർ. കേരളത്തിലെ ജേണൽസിനെ കുറിച്ച് പറയുമ്പോൾ മറക്കാൻ കഴിയാത്ത പേരാണ് ഡോക്ടർ ഹെർമൻ ഗുണ്ടർട്ട്. 1839 കേരളത്തിലേക്ക് വന്ന ജർമ്മൻ മിഷണറി ആയിരുന്നു അദ്ദേഹം. രാജ്യസമാചാരവും പശ്ചിമോദയവും അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലായിരുന്നു അച്ചടിച്ചിരുന്നത്. 1859 പുറത്തിറങ്ങിയ മലയാള വ്യാകരണം എന്ന ഗ്രന്ഥവും ഡോക്ടർ ഹെർമൻ ഗുണ്ടർട്ടിൻ്റേതായിരുന്നു. അദ്ദേഹത്തിൻ്റെ സ്മാരകമായി തലശ്ശേരിയിൽ ഒരു പ്രതിമയുണ്ട്. ഈ വട്ടത്തെ വീഡിയോയിൽ പഠിക്കുന്നത് രാജ്യസമാചാരം മുതൽ വിവേകോദയം വരെയുള്ള പത്രങ്ങളാണ്. നമുക്ക് പത്രങ്ങളിലേക്ക് കടക്കാം. രാജ്യസമാചാരം ജൂൺ 1847 പുറത്തു വന്ന പത്രമാണ് രാജ്യസമാചാരം. തലശ്ശേരിയിലെ ഇല്ലിക്കുന്നിൽ നിന്നും പുറത്തിറങ്ങിയതാണ്. ഇല്ലിക്കുന്ന് പ്രസ് എന്ന് പറയുന്നത് ബേസൽ മിഷൻ സ്റ്റാർട്ട് ചെയ്തതാണ്. ബേസൽ മിഷൻ നമ്മൾ BMS എന്നുള്ള പേരിലും അറിയപ്പെടും. BMSൻ്റെ ഫുൾ ഫോമാണ് ബേസൽ ഇവലാഞ്ചലിക്കൽ മിഷൻ സൊസൈറ്റി. രാജ്യസമാചാരത്തിൻ്റെ ക്രെഡിറ്റ് പോകുന്നത് ഡോക്ടർ ഹെർമൻ ഗുണ്ടർട്ടിനാണ്. റിലീജിയസ് ആയിട്ടുള്ള മാറ്റേഴ്സിനായിരുന്നു രാജ്യസമാചാരം മുൻതൂക്കം നൽകിയിരുന്നത്. അടുത്ത പത്രമാണ് 1847 പുറത്തിറങ്ങിയ പശ്ചിമോദയം. ജിയോഗ്രഫി, ഹിസ്റ്ററി, നാച്ചുറൽ സയൻസ് തുടങ്ങിയ വിഷയങ്ങളിൽ പശ്ചിമോദയത്തിൽ ലേഖനങ്ങളുണ്ടായിരുന്നു. പശ്ചിമോദയം തുടങ്ങിയത് യൂറോപ്പിൻ്റെ ചരിത്രവും ഭൂമിശാസ്ത്രവും പിന്നെ കൂടാതെ അഡ്മിനിസ്ട്രേഷനിൽ അവിടെ ഉണ്ടായ അഡ്വാൻസ്മെൻറ്റിനെ കുറിച്ച് പഠിപ്പിക്കണം. മലയാളത്തിലെ രണ്ടാമത്തെ ന്യൂസ് പേപ്പറാണ് പശ്ചിമോദയം. അടുത്ത ജേണലാണ് ജ്ഞാനനിക്ഷേപം. 1848 തിരുവനന്തപുരത്തു നിന്നും പുറത്തിറങ്ങിയ ജേണലാണ് ജ്ഞാനനിക്ഷേപം. ഇതിൻ്റെ ക്രെഡിറ്റ് പോകുന്നത് ആർച്ച് ഡീക്കൻ കോശിക്കും റവറൻഡ് ജോർജ് മാത്തനുമാണ്. ജ്ഞാനനിക്ഷേപം എന്ന് പറയുന്നത് മലയാളത്തിലെ ആദ്യത്തെ പ്രിൻ്റഡ് ജേണലാണ്. എന്ന് പറഞ്ഞാൽ രാജ്യസമാചാരവും പശ്ചിമോദയവും കൈകൊണ്ട് എഴുതി കല്ലച്ചിൽ അച്ചടിച്ച പ്രസിദ്ധീകരണങ്ങളായിരുന്നു. ജ്ഞാനനിക്ഷേപമാണ് അച്ചടിയിൽ വന്ന ഒന്നാമത്തെ മാസിക. ചിത്രം കാണുമ്പോൾ മനസ്സിലാകും ജ്ഞാനനിക്ഷേപത്തിന് എന്തുകൊണ്ടാണ് അച്ചടിയിൽ വന്ന ആദ്യത്തെ മാസിക എന്ന് പറയുന്നതെന്ന്. ജ്ഞാനനിക്ഷേപം ഇപ്പോഴും പ്രസിദ്ധീകരിക്കുന്നുണ്ട്. മധ്യ കേരള CSI രൂപതയാണ് ഇപ്പോൾ ഈ ജേണൽ പുറത്തിറങ്ങുന്നത്. ചിത്രത്തിൽ കാണുന്നത് 2017 അതിലെ കവർ പേജാണ്. അടുത്ത ജേണലാണ് പശ്ചിമതാരക. കൊച്ചിയിൽ നിന്നിറങ്ങിയ ആദ്യത്തെ ന്യൂസ് പേപ്പറായും ഇതിനെ അറിയപ്പെടുന്നു. 1864 ഇത് ആരംഭിച്ചത്. ക്രൈസ്തവ വൈദികരല്ലാത്തവർ തുടങ്ങിയ ആദ്യത്തെ പ്രസിദ്ധീകരണമാണ് പശ്ചിമതാരക. ഗുജറാത്തിയായ ദേവ്ജി ഭീംജിയാണ് പശ്ചിമതാരക ആരംഭിച്ചത്. മതേതരമായ ആദ്യ മലയാള പത്രമാണ് പശ്ചിമതാരക. കൊച്ചിയിൽ നിന്നുള്ള ആദ്യത്തെ ഇംഗ്ലീഷ് പത്രമായിരുന്നു വെസ്റ്റേൺ സ്റ്റാർ. അതിൻ്റെ മലയാളം എഡിഷനാണ് പശ്ചിമതാരക. വിദ്യാസംഗ്രഹം ആദ്യത്തെ കോളേജ് മാഗസീനാണ് വിദ്യാസംഗ്രഹം. 1864 വിദ്യാസംഗ്രഹം പബ്ലിഷ് ചെയ്തത്. മലയാള ഭാഷയിലെ ഒന്നാമത്തെ വിദ്യാഭ്യാസ വിജ്ഞാന പ്രസിദ്ധീകരണമായി വിദ്യാസംഗ്രഹം അറിയപ്പെടുന്നു. വിദ്യാസംഗ്രഹത്തിൻ്റെ എഡിറ്റർ റവറൻഡ് ജോർജ് മാത്തനായിരുന്നു. കോട്ടയത്തെ CMS കോളേജിൻ്റെ കോളേജ് മാഗസീനായിട്ടാണ് വിദ്യാസംഗ്രഹം പുറത്തിറങ്ങിയത്. CMS പ്രസ്സിൽ നിന്നാണ് ഇത് പ്രിൻ്റ് ചെയ്തത്. CMS പ്രസ്സിന് വേറൊരു പ്രത്യേകതയുണ്ട്. കേരളത്തിലെ ആദ്യ മലയാള അച്ചടിശാലയാണ് CMS പ്രസ് കോട്ടയം. 1821 ഇത് നിലവിൽ വന്നത്. അടുത്ത പത്രമാണ് 1867 നിലവിൽ വന്ന സന്ദിഷ്ടവാദി. കേരളത്തിലെ പത്രങ്ങളുടെ ചരിത്രത്തിലെ രക്തസാക്ഷിയായി സന്ദിഷ്ടവാദി അറിയപ്പെടുന്നു. W.H. മൂറാണ് സന്ദിഷ്ടവാദി തുടങ്ങിയത്. കോട്ടയത്തെ CMS പ്രസ്സിൽ നിന്നാണ് ഇത് പബ്ലിഷ് ചെയ്തിരുന്നത്. ട്രാവൻകൂർ ഹെറാൾഡ് എന്ന പത്രത്തിന് അനുബന്ധമായി തുടങ്ങിയ പത്രമാണ് സന്ദിഷ്ടവാദി. ദിവാൻ മാധവരായർ നടപ്പിലാക്കിയ വിദ്യാഭ്യാസ നയങ്ങളെ വിമർശിച്ചതിന് സന്ദിഷ്ടവാദി നിർത്തലാക്കി. പിന്നുള്ള പത്രമാണ് 1876 സത്യനാഥ കാഹളം. ഇറ്റാലിയൻ കാർമലൈറ്റ് മിഷൻ കൂനമാവ് പ്രിൻറ്റിംഗ് പ്രസ്സിൽ നിന്നും അച്ചടിക്കാൻ തുടങ്ങിയ പത്രമാണ് സത്യനാഥ കാഹളം. പിന്നീട് അതിൻ്റെ പേര് സത്യനാഥം എന്നാക്കി മാറ്റി. ആദ്യമായി അച്ചടി തുടങ്ങിയത് 1876 ഒക്ടോബർ 12. അടുത്ത പത്രമാണ് കേരളമിത്രം.
1881 പ്രസിദ്ധീകരണം ആരംഭിച്ച പത്രമാണ് കേരളമിത്രം. കൊച്ചിയിൽ നിന്നാണ് പ്രസിദ്ധീകരണം തുടങ്ങിയത്. ആനുകാലിക വാർത്തകൾ ഉൾപ്പെടുന്ന ആദ്യത്തെ പത്രമായി കേരളമിത്രത്തെക്കുറിച്ച് പറയാം. ഗുജറാത്തിയായ ദേവ്ജി ഭീംജിയാണ് ഇതിൻ്റെ പബ്ലിഷർ. മലയാളത്തിലെ ആദ്യത്തെ വീക്കിലിയാണ് കേരളമിത്രം. വിദ്യാവിലാസിനി 1881 വിദ്യാവിലാസിനി ഭാഷാ സാഹിത്യത്തിനും ഹൈന്ദവ പുരാണ കഥകൾക്കും കൂടി പ്രാതിനിധ്യം നൽകിയ മാഗസീനാണ്. കേരളത്തിലെ ആദ്യത്തെ ലിറ്റററി മാഗസീനായി വിദ്യാവിലാസിനിയെക്കുറിച്ച് പറയാം. വിദ്യാവിലാസിനി പ്രസിദ്ധീകരണം ആരംഭിച്ചിരുന്നത് തിരുവനന്തപുരത്തു നിന്നാണ്. അടുത്ത പത്രമാണ് കേരള പത്രിക. 1884 കോഴിക്കോട് നിന്നും വീക്കിലിയായി പ്രസിദ്ധീകരണം ആരംഭിച്ച ജേണലാണ് കേരള പത്രിക. മലബാറിൽ നിന്നുള്ള ആദ്യത്തെ ന്യൂസ് പേപ്പറായി കേരള പത്രികയെ അറിയപ്പെടുന്നു. ചെങ്കുളത്ത് കുഞ്ഞിരാമമേനോനാണ് ഇത് തുടങ്ങിയത്. ചെങ്കുളത്ത് കുഞ്ഞിരാമമേനോൻ അദ്ദേഹം മലയാളം ജേർണലിസത്തിൻ്റെ പിതാവായി അറിയപ്പെടുന്നു. അടുത്ത പത്രമാണ് മലയാളി. 1886 തിരുവനന്തപുരത്തു നിന്നും പ്രസിദ്ധീകരണം ആരംഭിച്ച പത്രമാണ് മലയാളി. മലയാളിയുടെ ആദ്യത്തെ എഡിറ്റർ സി കൃഷ്ണപിള്ളയായിരുന്നു. 1885 രൂപം കൊണ്ട മലയാളി സോഷ്യൽ യൂണിയൻ അഥവാ മലയാളി സഭയുടെ കീഴിലായിരുന്നു മലയാളി അച്ചടിക്കാൻ തുടങ്ങിയത്. അടുത്ത ജേണലാണ് കേരള സഞ്ചാരി. 1886 പ്രസിദ്ധീകരണം ആരംഭിച്ചത്. വേങ്ങയിൽ കുഞ്ഞിരാമൻ നായരായിരുന്നു മലയാളിയുടെ ആദ്യ എഡിറ്റർ. അടുത്ത പത്രമാണ് ദീപിക. ഇപ്പോൾ പ്രസിദ്ധീകരണത്തിലിരിക്കുന്നതിൽ ഏറ്റവും പഴക്കം ചെന്ന മലയാളം ന്യൂസ് പേപ്പറാണ് ദീപിക. 1887 നസ്രാണി ദീപിക എന്ന പേരിൽ പുറത്തിറങ്ങി തുടങ്ങി. ഇത് തുടങ്ങിയത് നിതിരീക്കൽ മണിക്കത്തനാർ ആണ്. 1935 ഇത് ദിനപത്രമായി മാറി. 1939 നസ്രാണി ദീപിക എന്ന പേര് ദീപിക എന്നായി മാറി. ഇൻ്റർനെറ്റ് എഡിഷനുള്ള ആദ്യത്തെ മലയാളം ന്യൂസ് പേപ്പറാണ് ദീപിക. 1997 ദീപികയുടെ ആദ്യത്തെ ഇൻ്റർനെറ്റ് എഡിഷൻ ആരംഭിച്ചത്. അടുത്ത ജേണലാണ് 1887 പുറത്തിറങ്ങിയ കേരളീയ സുഗുണബോധിനി. ആദ്യത്തെ വനിതാ മാഗസീനായി കേരളീയ സുഗുണബോധിനി അറിയപ്പെടുന്നു. കേരളീയ സുഗുണബോധിനി തുടങ്ങിയത് കേരളവർമ്മ വലിയകോയിത്തമ്പുരാൻ, സി ചിദംബരം, NC നാരായണപിള്ള ഇവർ ചേർന്നാണ്. കേരളീയ സുഗുണബോധിനിയെ ആദ്യത്തെ മലയാളം വനിതാ മാഗസീനായി പറയാമെങ്കിലും വനിതാ എഴുത്തുകാരുടെ ആദ്യത്തെ പ്രസിദ്ധീകരണമായിരുന്നു ശാരദ എന്ന മാസിക. അടുത്ത ജേണലാണ് മലയാള മനോരമ. ഇപ്പോൾ ഏറ്റവും കൂടുതൽ പ്രചാരമുള്ള മലയാള ഭാഷാ ദിനപത്രമാണ് മലയാള മനോരമ. കണ്ടത്തിൽ വർഗീസ് മാപ്പിളയാണ് മലയാള മനോരമ ആരംഭിച്ചത്. ജോയിൻ സ്റ്റോക്ക് കമ്പനിയായി തുടങ്ങിയ ആദ്യത്തെ മലയാളം ദിനപത്രമാണ് മലയാള മനോരമ. മലയാള മനോരമ എന്ന കമ്പനി സ്ഥാപിച്ചത് 1888 1890 കോട്ടയത്ത് നിന്നും മലയാള മനോരമ ഒരു വീക്കിലിയായി പ്രസിദ്ധീകരണം ആരംഭിച്ചത്. 1928 ജൂലൈ 2 മലയാള മനോരമ ഒരു ദിനപത്രമായി മാറിയത്. മലയാളത്തിൽ ഇപ്പോൾ പ്രചാരത്തിലിരിക്കുന്നതിൽ രണ്ടാമത് ഏറ്റവും പഴക്കം ചെന്ന ന്യൂസ് പേപ്പറാണ് മലയാള മനോരമ. അടുത്ത ജേണലാണ് വിദ്യാവിനോദിനി. 1889 തുടങ്ങിയ വിദ്യാവിനോദിനി CP അച്യുതമേനോനും വേങ്ങയിൽ കുഞ്ഞിരാമൻ നായരും കൂടി ആരംഭിച്ചതാണ്. ആദ്യത്തെ എഡിറ്റർ CP അച്യുതമേനോൻ ആയിരുന്നു. അടുത്ത ജേണലാണ് സുജനനന്ദിനി. 1891 കൊല്ലം പരവൂർ മയ്യനാട് നിന്നും സുജനനന്ദിനി പ്രസിദ്ധീകരണം ആരംഭിച്ചത്. ഇതിൻ്റെ ഓണറും എഡിറ്ററും പരവൂർ കേശവൻ ആശാൻ ആണ്. 2015 നടന്ന ഡിഗ്രി ലെവൽ PSC എക്സാമിൻ്റെ 2 ക്വസ്റ്റ്യൻസ് സുജനനന്ദിനി എന്ന പത്രത്തിനെ ബേസ് ചെയ്തായിരുന്നു. ഈഴവരുടെ ആദ്യ പത്രമായും സുജനനന്ദിനിയെ അറിയപ്പെടുന്നു. ഭാഷാപോഷിണി. ഭാഷാപോഷിണി പ്രസിദ്ധീകരണം ആരംഭിച്ചത് 1892 മുതലാണ്. കണ്ടത്തിൽ വർഗീസ് മാപ്പിളയാണ് ഭാഷാപോഷിണിയുടെ പിതാവ്. ഏറ്റവും പഴക്കം ചെന്ന മലയാളം ലിറ്റററി റിവ്യൂ മാഗസിനുകളിൽ ഒന്നാണ് ഭാഷാപോഷിണി. അടുത്ത ജേണലാണ് വിവേകോദയം.
1904 മുതലാണ് വിവേകോദയം പ്രസിദ്ധീകരണം ആരംഭിച്ചത്. വിവേകോദയത്തിൻ്റെ ഫൗണ്ടർ കുമാരനാശാനായിരുന്നു. സ്വാമി വിവേകാനന്ദൻ്റെ പേരിൽ നിന്നാണ് വിവേകോദയം എന്ന പേര് ലഭിച്ചത്. ഈഴവ ഗസറ്റ് എന്ന പേരിലും വിവേകോദയം അറിയപ്പെടുന്നു. ELSൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസിനായി ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക.